5 രാജവെമ്പാല ഉൾപ്പെടെ 9 വിഷപ്പാമ്പുകൾ. ലഹരിക്കായി വിഷം വാങ്ങാനെന്ന പേരിൽ എൽവിഷ് യാദവിന്റെ ഫ്ളാറ്റിലെത്തിയ പോലീസ് ഞെട്ടി. കഴിഞ്ഞ വർഷം നവംബർ 3-ന് നോയിഡയിലെ ബെങ്കറ്റ് ഹാളിൽ നടത്തിയ പോലീസ് റെയ്ഡിൽ 4 പാമ്പാട്ടികളടക്കം 5 പേരെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. ലഹരി പാർട്ടികൾക്കും വീഡിയോ ഷൂട്ടിങ്ങുകൾക്കുമായി യാദവ് പാമ്പുകളെ ഉപയോഗിച്ചിരുന്നതായും ആരോപണം ഉയർന്നിരുന്നു. പിന്നീട് ജാമ്യത്തിൽ പോയ ഇയാളെ ഇന്നലെയാണ് വീണ്ടും അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. പ്രമുഖ യൂട്യൂബറായ ഇയാൾ ബിഗ് ബോസ് OTT വിജയി കൂടിയാണ്. കഴിഞ്ഞയാഴ്ച വേറൊരു യൂട്യൂബറായ മാർക്ക് സ്റ്റേണിനെ ഇയാൾ മർദ്ദിക്കുന്ന വീഡിയോ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിരുന്നു. പാമ്പിന്റെ വിഷം കൊണ്ട് ലഹരി പാർട്ടി നടത്താറുണ്ടെന്നും വിദേശത്ത് നിന്നുൾപ്പെടെ പലർക്കും ഇയാൾ ഇത് വിതരണം ചെയ്യാറുണ്ടെന്നും ഏറെ നാളുകളായി അധികൃതർക്ക് രഹസ്യമായ അറിവ് കിട്ടിയിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിൽ BJP നേതാവ് മനേക ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള ആനിമൽ റൈറ്റ്സ് ഗ്രൂപ്പായ PFA യാഥാർത്ഥ്യം കണ്ടെത്താനായി നടത്തിയ ശ്രമത്തിലാണ് 5 രാജവെമ്പാല ഉൾപ്പെടെ 9 പാമ്പുകളെയും 20 മില്ലി പാമ്പിൻ വിഷവും കണ്ടെത്തിയത്. പാർട്ടികളിൽ ലഹരിമരുന്നായി പാമ്പിന്റെ വിഷം ഉപയോഗിച്ചതിന് ഇയാൾക്കും മറ്റ് 5 പേർക്കുമെതിരെ വന്യജീവി നിയമപ്രകാരം കേസെടുത്തിരുന്നു. ഈ കേസിലാണ് ഇപ്പോൾ ഇയാളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. 20 വർഷം ജാമ്യം കിട്ടാത്ത വന്യജീവി സംരക്ഷണ നിയമപ്രകാരമാണ് അറസ്റ്റ്. മനേക ഗാന്ധിയുടെ നിരന്തര പ്രവർത്തനം മൂലമാണ് ഇയാളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. പ്രകൃതി പാമ്പുകൾക്ക് ദഹന പ്രക്രിയയ്ക്ക് കൊടുത്തിരിക്കുന്ന മാർഗമാണ് വിഷം. ഈ വിഷം അവരിൽ നിന്ന് ഊറ്റിയെടുത്താൽ പാമ്പുകൾ അവശരായി മരണപ്പെടുന്നു. ഇത് ലഹരിക്കായി മനുഷ്യൻ ഉപയോഗിച്ചാൽ ആ നിമിഷം തന്നെ അവൻ്റെ വൃക്കയും കരളും നശിക്കാൻ തുടങ്ങുന്നു. മനുഷ്യനെയും ജീവികളെയും ഒരുപോലെ നാശത്തിലേക്ക് തള്ളിവിടുന്ന ഇത്തരം ലഹരി സംഘങ്ങളെ പുറം ലോകം കാണാൻ അനുവദിക്കരുത്.